ദാനശീലമുള്ളവന്റെ സ്വഭാവം ദാനശീലമില്ലാത്തവന്റെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം എന്ന് നിങ്ങൾ മരോള വാപ്പ ഉംറക്ക് പോകുകയാണ് എന്ന് പറഞ്ഞു കേട്ടു എന്ന് വിചാരിച്ചോളി. ദാനശീലമുള്ള ആളാണെങ്കിൽ അയാൾ പറയും അൽഹംദുലില്ലാ പൊയ്ക്കോട്ടെ, പൈസ അതിനൊക്കെ ഉള്ള തന്നെയല്ലേ. പിന്നെ ആരോഗ്യമല്ല, അത് സംസം വെള്ളം നല്ലോണം കുടിച്ചാൽ മതി, അപ്പോൾ മാറിക്കോളും എന്ന് പറയും ദാനശീലമുള്ളവൻ. ദാനശീലം ഇല്ലാത്തവൻ പറയും എന്തിനാ പഴളി വയസ്സാം കാലത്ത് അതിന് പോകാൻ നിൽക്കണത്. അയാൾ പണ്ട് ജിദ്ദയിൽ നിന്നിരുന്ന സമയത്ത് അത്യാവശ്യം ഉംറയൊക്കെ ചെയ്തതല്ലേ എന്ന് പറയും ദാനശീലം ഇല്ലാത്തവൻ. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. തറവാട് വരെ പൊളിച്ച് വാർപ്പാക്കുകയാണ് എന്ന് പറഞ്ഞേക്കുമ്പോ ദാനശീലമുള്ള ആളാണെങ്കിൽ പറയും അൽഹംദുലില്ലാഹ്, വേണ്ട തന്നെയാണ്, എല്ലാ പേരെയും പൂശാരായ അത് മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ടൊരു ഇടങ്ങേറുണ്ടായിരുന്നു എന്ന് പറയും. ദാനശീലം ഇല്ലാത്ത ആളാണെങ്കിൽ പറയും എന്തിനാപ്പം അത് പൊളിച്ചത്, കബറ് കൊണ്ടക്കണ്ട തടിയല്ലേ എന്ന് പറയും. തന്നെ വർത്താനങ്ങളിൽ ഈ വ്യത്യാസം ഉണ്ടാവും, സ്വഭാവത്തിൽ ഈ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ കൊണ്ട് പെണ്ണെട്ടിക്കുമ്പോഴും പെൺകുട്ടികളെ കെട്ടിക്കുമ്പോഴും ദാനശീലമുള്ളവരാണോ എന്ന് പരിശോധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്കിനി ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ ആ മോളെയും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കും. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ദാനശീലമായിരുന്നു. അതുകൊണ്ട് അദബും ശരിയാക്കണം, ശീലവും ശരിയാക്കണം. ഇത് രണ്ടും ക്ലിയർ ആക്കിയാലേ സ്വഭാവത്തിന്റെ പരിപാലനം നടക്കുള്ളൂ. അൽ വലദു സിർറു അബീഹി എന്നാണ്, വാപ്പാന്റെ രഹസ്യമാകുന്നു മക്കൾക്കുണ്ടായിരിക്കുക. വാപ്പാന്റെ രഹസ്യമാണ് മക്കൾക്ക് ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് ഇത് രണ്ടും ക്ലിയർ ആയിരിക്കണം. മാതാപിതാക്കൾ സ്വകാര്യമായി ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. വാപ്പിയമ്മി ആരും കാണാതെ ചെയ്യണത് കുട്ടികൾ നടുറോട്ടിൽ ഇറങ്ങിയിട്ട് ഉഷാറായിട്ട് ചെയ്യും. മാതാപിതാക്കളുടെ രഹസ്യമാകുന്നു മക്കൾ എന്നാണ്. അതുകൊണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് ഷാഫി മദ്ഹബിൽ പ്രബലപ്പെടുത്തിയ സാധനത്തിന്റെ പേരാണ് വിളിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ ഒന്നുകിൽ വാപ്പ ഉമ്മാനെ വിളിക്കുന്നത് കേട്ടതാണ്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാണ്, അല്ലെങ്കിൽ രണ്ടാളും കൂടിങ്ങാണ്ട് വല്യപ്പാനെ വിളിക്കുന്നത് കേട്ടതാന്ന് ഉറപ്പാ. വേറെ എവിടെ നിന്ന് കിട്ടിയത്? മാതാപിതാക്കളുടെ സ്വഭാവമാണ് മക്കൾക്ക് ഉണ്ടാകുക മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഒന്നാമത്തേത് ഈമാനിന്റെ പരിപാലനം, രണ്ടാമത്തേത് സ്വഭാവത്തിന്റെ പരിപാലനം. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും സ്വഭാവത്തിൽ നിന്നാണ് കുട്ടികൾ സ്വഭാവം പഠിക്കുന്നത്. സ്വഭാവം പരിപാലിക്കപ്പെടണം. നമ്മളൊക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, പള്ളിയിൽ വന്നാൽ ചെറുപ്പക്കാർ കുട്ടികൾ ജുമയ്ക്ക് വന്നാൽ മേലെ കയറിയിരുന്ന് വർത്താനം പറയാണ്. അപ്പം നമ്മളപ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പമാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ഖത്തീബ് ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ ഒരായത്ത് തുടങ്ങും. അപ്പം ആയത്ത് തുടങ്ങുന്നതിന് മുന്നായിട്ട് മൂപ്പര് പറയും കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയും. അപ്പം എല്ലാവരും കൂടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. അപ്പം മേലെ നിന്ന് ഇങ്ങനെ വർത്താനം തുടങ്ങാൻ ഒരുങ്ങണ കുട്ടികൾക്ക് മനസ്സിലാവും താഴെ ജുമ നടക്കുന്നുണ്ടില്ലേ. അപ്പോൾ ഒരു മുണ്ടൂല. നിങ്ങളൊന്ന് നോക്കി ജുമയ്ക്ക് പോയോക്കാണ്, കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ 3 വട്ടം പറഞ്ഞാലും ആരും മുണ്ടണില്ല താഴത്ത്. കാരണന്മാരൊന്നും മുണ്ടണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ വർത്താനം പറയുന്നത് നമ്മൾ പറയുന്നത് ചെറുക്കന്മാരൊക്കെ കേടുന്നതാണ് എന്ന്. അല്ല, ചെറുക്കന്മാരല്ല കേടുന്നിട്ടുള്ളത്, വയസ്സന്മാരെ കേടുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ചെറുക്കന്മാർക്ക് ഒരു കേടുമില്ല, ഓലെ നേരങ്ങത്തിൽ പറഞ്ഞു കൊടുത്താൽ നേരം. റമളാൻ മാസമായാൽ അങ്ങാടിത്തെ പള്ളിയിൽ ഹൗലക്ക് വെള്ളം അടിച്ചാലും തികയില്ല. എന്താ കാരണം? കുട്ടികൾ കയറി നിൽക്കരിച്ചിട്ട്, അല്ലാതെ വയസ്സന്മാർ കരിച്ചിട്ട് അത് അല്ലല്ലോ. ചെറുക്കന്മാർക്കൊരു കുഴപ്പമില്ല, കുട്ടികൾക്കൊരു കുഴപ്പമില്ല. പിന്നെപ്പം എന്താ വെച്ചാൽ കളിച്ചാൻ പണ്ട് പാടത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ ടർഫിക്ക് പോകും എന്നൊക്കെ അല്ലേ ഉള്ളൂ. അതുപോലെ മാരിബ് വാങ്ങി കൊടുക്കുമ്പോൾ നിർത്തിങ്ങാണ്ട് പോരുന്നുമുണ്ട്. പിന്നെ ഇശ കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടിയും പോകുന്നല്ലേ ഉള്ളൂ. പറഞ്ഞു കൊടുത്താൽ നേരാത്ത ആരുമില്ല. നമുക്ക് വെറുതെ തോന്നിയതാണ്.
ഇതൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചാല് സ്വഭാവം എന്ന് പറഞ്ഞത് എഴുതി പഠിപ്പിക്കുന്ന ഒരു സാധനമല്ല. മുതിർന്നവരുടേത് കണ്ടിട്ട് കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ സ്വഭാവത്തിന് രണ്ട് പ്രധാന ഭാഗമാണുള്ളത്. ഒന്ന്, വലിയവരെ ബഹുമാനിക്കുക. രണ്ട്, ചെറിയവരോട് കാരുണ്യം കാണിക്കുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽ പെട്ടവരല്ല. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് അതിനുള്ളത്. സംഗതിയിൽ ഇത് രണ്ടും ഒന്നാണ്. നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് വന്നു. അപ്പൊ ഇരിക്കാൻ സ്ഥലം കാണാനില്ല. അപ്പൊ ഒരാൾ നീച്ചിങ്ങാണ്ട് ഒരു കസാല കൊടുത്താൽ അതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. അതേ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു വയസ്സായ ആളുകൊണ്ട് വന്നു, ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. രണ്ടും സീറ്റ് കൊടുക്കൽ തന്നെയാണ്. പേര് കൊണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. വയസ്സായവർക്കോ മുതിർന്നവർക്കോ ചെയ്തു കൊടുക്കുന്നതിന് ബഹുമാനം എന്ന് പറയും, കുട്ടികളോട് ചെയ്യുന്നതിന് കാരുണ്യം എന്ന് പറയും. രണ്ടും പ്രവർത്തനം ഒന്നാണ്. അതുകൊണ്ട് വയസ്സായവരോട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കുട്ടികളോടും ചെയ്യാൻ പാടില്ല. ഇന്നലെ ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. രക്ഷിതാക്കളാണ് എല്ലാവരും വന്നിട്ടുള്ളത്. സദസ്സിലിരിക്കുന്ന 3 ആൾക്കാർ ചുയിങ്കം ചവച്ചുകൊണ്ടിരിക്കുന്നു. ഓനും മക്കളുണ്ടായതുകൊണ്ടാണല്ലോ ഓൻ രക്ഷിതാവായിട്ട് വന്നത്. ഓൻ്റെ കുട്ടി സ്കൂളിലോ മദ്രസയിലോ പോയിരുന്നിട്ട് ക്ലാസ്സിലിരുന്ന് ചുയിങ്കം ചവച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആരാ സ്വഭാവം പഠിപ്പിക്കണത്? മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ സ്വഭാവം പഠിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് അനന്തരമായി വരുന്നതാണ് സ്വഭാവം. ചില ആൾക്കാർ പാരമ്പര്യത്തിന്റെ ഭാഗമായി ദുർഗുണങ്ങൾ പഠിപ്പിക്കും. കുറച്ചാണ്ട് വർത്താനം പറഞ്ഞുവിടാ, നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ വലിയ ദേഷ്യമുള്ള ആൾക്കാരാണ് എന്ന്. മകൻ വാപ്പാട് അല്ല വാപ്പ മകനോട് പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദുർഗുണം പഠിപ്പിക്കാം. മനുഷ്യന്മാരെ മേക്കെട്ട് കയറി വർത്താനം പറഞ്ഞിട്ട് അവസാനം പറയാണ് അതെനിക്ക് പ്രഷർ കൂടിയതാണ് എന്ന്. പ്രഷറിന്റെ ഒരുപാട് ബുക്ക് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു ബുക്കിലും പ്രഷർ കയറിയാൽ ആൾക്കാരെ മേക്കെട്ട് കയറും എന്നിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിലൊന്ന് ബന്ധപ്പെടുന്നുണ്ടോ? അതിന് ഗുളിക കുടിച്ചാൽ വേണ്ടത്. ദുസ്വഭാവങ്ങൾ മാതാപിതാക്കൾ പഠിപ്പിക്കുകയാണ് മക്കളെ. ഇതന്നെ സംഗതി. അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയിൽ ഉണ്ടെങ്കിലാണ് പുതിയ തലമുറക്ക് കിട്ടുകയെന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല, മനസ്സിലാകാൻ പോണേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാവുന്ന ഒരു ഘട്ടം വയസ്സാവുമ്പോഴാണ്. പ്രായപൂർത്തിയാകുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, വയസ്സാവുമ്പോൾ, 3 സമയത്ത് ഒരാളുടെ ജീവിതം മാറും. പ്രായപൂർത്തിയാകുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, വയസ്സാവുമ്പോൾ. പ്രായപൂർത്തിയാകുമ്പോഴുള്ള മാറ്റം എന്താ അറിയോ? വലിയ കുട്ടിയായും തോന്നും. ഞാൻ ഇപ്പോൾ വലിയ കുട്ടി ആയിക്കണല്ലോ. ചിലപ്പോൾ എൻ്റെ വാപ്പ അവനോട് പറയും ചെയ്യും, ഇതിപ്പോ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ, പയമായിരുന്നല്ല എന്ന് പറയും. വലിയ കുട്ടിയായുള്ള പ്രശ്നം എന്താണെന്നറിയ നിങ്ങൾ? ആരും ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നാവും. ഇത് ഏത് മനുഷ്യൻ്റെയും പരാജയമാണ്. പറയാൻ ആളില്ലെങ്കിൽ ആരും കേടുവരും. ഏത് മനുഷ്യനും പറയാൻ ആളില്ലെങ്കിൽ കേടുവരും. അതുകൊണ്ട് വലിയ കുട്ടി ആകരുത്. ഒന്ന്. വലൈക്കും സലാം. രണ്ടാമത്തത് അപ്പൊ ഒന്നാമത്തത് പ്രായപൂർത്തിയാവുമ്പോൾ, രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ ഏത് മനുഷ്യന്റെയും സ്വഭാവം മാറും. മനുഷ്യന്മാരെ ഹലോ, ജോലി കിട്ടുമ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറും. ജോലി കിട്ടുമ്പോൾ എന്താ മാറുന്നത്? ജോലി കിട്ടുമ്പോൾ സാധുക്കളെ, ജോലി ഇല്ലാത്തവരെ, വരുമാനം ഇല്ലാത്തവരൊന്നും കണ്ണിൻ്റെ വരെ കാണാൻ പറ്റാതാവും. അതായത് ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് പിടിക്കാൻ തയ്യാറാവും. എന്നാൽ നമ്മൾ ചിലപ്പം ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാണ്ടാവും അവിടെ കുറച്ച് ആൾക്കാർ മനുഷ്യന്മാരെ മുഖത്ത് നോക്കാത്ത സൈസ്. ഓരോ ഇങ്ങനെ നോക്കുള്ളൂ. ഓരെയും കൽബിലുണ്ടാവും നാട്ടുകാരൊക്കെ എന്നെ നല്ലോണം സ്നേഹിക്കണമെന്ന്. എവിടെ നടക്കുക? സ്നേഹം അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്ന്. അതുണ്ടാവില്ല. ഇത് രണ്ടാമത്തെ ഒരു മാറ്റമാണ്. മൂന്നാമത്തെ ഒരു മാറ്റമുണ്ട് പ്രായമാകുമ്പോൾ, അതായത് റിട്ടയർഡ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ എന്ന് മാത്രമല്ല കേട്ടോ, അതുമാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും, പാടത്തുനിന്ന് റിട്ടയർഡ് ആയാലും,
റോഡ് പണിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ ഉണ്ടാവും ഈ പ്രശ്നം. എന്താ പ്രശ്നം? കുട്ടികളെ കണ്ണിൻ്റെ ഇട കണ്ടുകൂടാ. അങ്ങനത്തെ ഒന്ന് പെരയിലുണ്ടെങ്കിൽ ആ പെരയിൽ ദുസ്വഭാവം ഉണ്ടാവും. എന്താ കാര്യം എന്ന് നിങ്ങൾ, പേരക്കുട്ടികൾ വിരുന്ന് വരുമ്പോൾ വല്യപ്പ ഗേറ്റിൻ്റെ അവിടെ പോയിങ്ങാണ്ട് സ്വീകരിച്ചു കൊണ്ടിരുന്നുണ്ടാന്ന് തോന്നും. ഇത് വലിയ സംഭവമാണെന്ന് തോന്നും. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും മൂപ്പരെ സ്വഭാവം മാറും.